everyone, welcome to Meri and Mili YouTube channel. ഇപ്പോഴാ ഞങ്ങൾക്കൊക്കെ നോമ്പ് തുറക്കേണ്ട ഒരു സമയമായി. എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു 10 മിനിറ്റ് കൊണ്ട് വേഗം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി എന്തായിരിക്കും? നമുക്ക് മിലിനോട് ചോദിച്ചു നോക്കാം. മിലി, എന്തായിരിക്കും 10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം? എന്താ? ചട്ടിപ്പത്തിരി. 10 മിനിറ്റ്സിനുള്ള ഒരു ചട്ടിപ്പത്തിരി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ചട്ടിപ്പത്തിരിൻ്റെ ഇൻഗ്രീഡിയൻസ്: 5 മുട്ട, 1 കപ്പ് കോക്കനട്ട് മിൽക്ക്, 2 കപ്പ് മിൽക്ക്, 1 teaspoon cardamom powder, chopped cashew nuts and chopped raisins, 2 tablespoons ghee, 1 cup rava, 1 cup sugar. Next ingredient ആണ് സമൂസ ലീവ്സ്. ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ആഫിയ സമൂസ ലീവ്സ് ആണ്. ഈ ചട്ടിപ്പത്തിരിൻ്റെ പ്രത്യേകതയും ഈ ഇൻഗ്രീഡിയൻ്റ് ആണ്. ചട്ടിപ്പത്തിരി പ്രിപ്പയർ ചെയ്യാൻ 5 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ്, പ്രിപ്പറേഷൻ ഓഫ് എഗ് മിക്സ്. നമ്മൾ 5 മുട്ട ഒരു മിക്സിംഗ് ജാറിലോട്ട് ഇടുക. നെക്സ്റ്റ് 1 കപ്പ് ഷുഗർ, 1 ടീസ്പൂൺ കാർഡമൺ പൗഡർ. ഇനി ഇത് പൾസ് ചെയ്യാം. 2 മിനിറ്റ് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇത് ഒരു മിക്സിംഗ് ബൗളിലോട്ട് ഇടാം. ഇനി 1 കപ്പ് തേങ്ങാപ്പാൽ ഇതിലോട്ട് മിക്സ് ചെയ്യാം. വൺ കപ്പ് പാല് രണ്ടാമത്തെ കപ്പും ഒഴിക്കാം. Coming to the second step, preparation of rava mix. ഒരു ചൂടായ പാനിലോട്ട് 2 ടേബിൾസ്പൂൺ ഗീയും ചോപ്പ് കാഷ്യൂ നട്ട്സും ആഡ് ചെയ്യുക. തീ ഒന്ന് കുറയ്ക്കുക. അതിലോട്ട് ചോപ്ഡ് റേസിൻസും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഇതിലോട്ട് 1 കപ്പ് റവയും 2 ടേബിൾസ്പൂൺ ഷുഗറും ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സ്റ്റെപ്പ് 3, സെപ്പറേറ്റ് ദി സമൂസ ലീവ്സ്. സമൂസ ലീവ്സ് നന്നായിട്ട് അടുക്കി വെക്കുക. സ്റ്റെപ്പ് 4, പ്രിപ്പറേഷൻ ഓഫ് ചട്ടിപ്പത്തിരി ലെയേഴ്സ്. ഒരു വെസൽ എടുത്തിട്ട് അതിലോട്ട് ഗീ അപ്ലൈ ചെയ്യുക. ഇനി ഈ സമൂസ ഷീറ്റ് നമ്മുടെ പാത്രത്തിന് അളവാക്കിയിട്ട് വെക്കുക. ഇനി ഈ ഡയഗണലിൽ വെക്കുക. ഞാനിപ്പോൾ 2 ലെയർ ഷീറ്റ് വെച്ചു. ഇനി ഈ എഗ് മിക്സ്ചർ ഇതിലോട്ടിടാം. ഇനി നേരത്തെ ഉണ്ടാക്കിയ റവ മിക്സ്ചർ ഇതിലോട്ട് സ്പ്രിങ്കിൾ ചെയ്യാം. ഇതേപോലെ 5 ലെയർ ആയിട്ടാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. ഓരോ ലെയറിലും കുറച്ച് ഗീ ആഡ് ചെയ്യാം. അവസാനത്തെ ലെയറിലോട്ട് ഗാർണിഷിന് വേണ്ടിയിട്ട് ചോപ്ഡ് കാഷ്യൂ നട്ട്സും ചോപ്ഡ് റേസിൻസും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. ഇപ്പം ഞാൻ 5 ലെയേഴ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്.
ഓരോ ലെയറിലും 5 ഷീറ്റ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് 25 സമൂസ ഷീറ്റ്സ് ഉണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാം. അത് നമ്മളെ സമൂസ ഷീറ്റും എഗ് മിക്സ്ചറും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഫൈനൽ സ്റ്റെപ്പ് എത്തിയിട്ടുണ്ട്. അതാണ് സ്റ്റെപ്പ് 5. നമ്മളെ ചട്ടിപ്പത്തിരിൻ്റെ വെസൽ ഒരു ഫ്രൈങ് പാൻ്റെ മുകളിൽ വെച്ചിട്ട് 15 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. നമ്മൾ ഫ്രൈങ് പാൻ്റെ മുകളിൽ വെക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചട്ടിപ്പത്തിരിയിലെ കണ്ടൻറ്റ് എഗ്ഗ് സ്ലോ ആയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 15 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈങ് പാന് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ്സും കൂടി കുക്ക് ചെയ്യുക. 10 മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചട്ടിപ്പത്തിരി ഒരു ഗോൾഡൻ കളറായിട്ട് കാണാം. യെസ്, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചട്ടിപ്പത്തിരിന് മുകൾ ഭാഗവും കുക്കാവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫ്ലിപ്പ് ചെയ്യുക. ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സും കൂടി കുക്ക് ചെയ്യുക. നമ്മളെ ചട്ടിപ്പത്തിരി ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇതാ ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. സാധാരണ രീതിയിൽ നമ്മൾ പരത്തിയിട്ടാണ് ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കാറ്. പക്ഷെ ഇപ്പം ഞാനിതാ ജസ്റ്റ് ഒരു സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ സമൂസ ഷീറ്റിൽ ലീഫൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് ഉണ്ടാക്കി നോക്കണം. കണ്ടത് ഈസി ആയിട്ട് 5 ലെയറുള്ള ഒരു ചട്ടിപ്പത്തിരി നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇനി നമുക്ക് ഈ ചട്ടിപ്പത്തിരി എല്ലാവർക്കും സെർവ് ചെയ്യാം. ഇന്നിപ്പോൾ നോമ്പ് തുറയാണ്. അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പ്രിംഗ് റോള്, ചെമ്മീനട, സമൂസ, അങ്ങനെ കുറേ വിഭവങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡു നോട്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you next time.